Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Okay, good Good afternoon. afternoon, ma'am. Good afternoon. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും? Taichu, ma'am, Taicha. കഴിച്ചു. ഓക്കെ. പിന്നെ വായിച്ചു നോക്കിയോ നിങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? ഫുഡ് കഴിച്ചു കേട്ടോ അഞ്ചു. ഓക്കെ. എന്ത് വായിച്ചു നോക്കണം കേട്ടോ, അതിന് മറന്നു പോവും. എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? വായിച്ചു നോക്കിയിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും വേഗം കയറാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ കയറാം കേട്ടോ. മിസ്സേ, ഹലോ. പറഞ്ഞോളൂ. മിസ്സേ, നമുക്ക് ഈ മൊഡ്യൂൾ ഫസ്റ്റിന്റെ ഇത് കഴിയുമ്പോൾ എക്സാം ഉണ്ടോ? ഫുള്ള് കഴിയുമ്പോൾ? മൊഡ്യൂള് ഫസ്റ്റും സെക്കൻഡിലും ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ എക്സാം വരും കേട്ടോ. മോഡൽ എക്സാം വരും. അതായത് ഒന്നാമത്തെ കഴിയുമ്പോൾ എക്സാം അങ്ങനെ ഇല്ല. ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂൾസിലെ ചാപ്റ്റേഴ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യും. അതൊരു 3 മാസം കൊണ്ട് തീർക്കണം എന്നാണ്. അങ്ങനെയാണ് മൊത്തം 6 മന്ത്സിന്റെ. ആദ്യത്തെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ ആദ്യത്തെ 3 മാസം, പിന്നെയുള്ള 3 മാസത്തെ തേർഡും ഫോർത്തും. അങ്ങനെയാണ്. ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും 3 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു മോഡൽ എക്സാം വരും കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ് 1.5 മണിക്കൂറിന്റെ ക്ലാസ് ആയിരുന്നു അല്ലെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ലൊക്കേഷന് മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ലൊക്കേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ് ബ്ലഡ് ബാങ്കിന്റെ. അതുപോലെ തന്നെ എന്താണ് ഓർഗാനോഗ്രാം അല്ലെ. ഓർഗാനോഗ്രാം എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. നിങ്ങൾ അത് എഴുതി നോക്കണം കേട്ടോ. ആ പൊസിഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. ചിലപ്പോൾ അത് ഡിസോർഡർ ആക്കി തരും. എന്നിട്ട് നിങ്ങളോട് കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കണ്ടത് ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ചില പ്രാഥമിക പരിശോധനകളെ കുറിച്ച് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. എന്തൊക്കെ പരിശോധനകളാണ് നമ്മൾ പറഞ്ഞത്? ഗ്രൂപ്പ് ബി നമ്മൾ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ RH ഫാക്ടർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യും. പിന്നെന്താ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകൾ ബ്ലഡിനകത്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പിന്നെ ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ചില ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ. ചില ഇൻഫെക്ഷൻ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി, സി, അതുപോലെ തന്നെ HIV, അങ്ങനെയുള്ള ചില അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അവിടെ നിങ്ങൾ കുറച്ച് പോയിന്റുകളൊക്കെ പറഞ്ഞു കേട്ടോ. സിഫിലിസ് എന്ന് പറയുന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേര് ട്രിക്കോനിമ പാലിഡം ആണ് പറഞ്ഞു. പിന്നെ നമ്മൾ ബ്ലഡ് ടൈപ്സ് കണ്ടപ്പോ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് O പോസിറ്റീവ് ആണെന്നുള്ളത് നമ്മൾ ആ ടാബുലാർ കോളത്തിൽ മനസ്സിലാക്കി അല്ലെ. ഏറ്റവും കുറവ് വിതരണം ചെയ്യപ്പെടുന്നത് AB നെഗറ്റീവ് ഗ്രൂപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ബ്ലഡിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെ, ഓരോന്നിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. RBCയുടെ ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. WBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുക അല്ലെ. അതല്ലാന്നുണ്ടെങ്കിൽ അതായത് ഇമ്മ്യൂണിറ്റിയെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യും അല്ലെ. നമ്മുടെ പ്രതിരോധത്തിനെ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് WBCയുടെ ഫംഗ്ഷൻ. പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ടത് പ്ലാസ്മ കമ്പോണന്റ് ആണ് അല്ലെ. അപ്പൊ ഈ പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിന്റെ ദ്രാവക ഭാഗമാണെന്നും പ്ലാസ്മയ്ക്കകത്ത് 3 പ്ലാസ്മ പ്രോട്ടീനുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട് അല്ലെ. അതിനകത്ത് ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് എന്തിനു സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ട് ആകാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ 2 കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ബ്ലഡ് സെല്ലിന് ഏതാണ്, രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ് എന്നതിന്റെ ആൻസർ. അതേസമയം ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ചോദ്യം വ്യത്യാസം ഉണ്ട് കേട്ടോ. പ്ലാസ്മ പ്രോട്ടീൻ ആണ് ചോദിക്കുന്നത്, ഉത്തരം എന്താണ്? ഫൈബ്രിനോജൻ ആണ്. അങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF അഥവാ ക്രയോ പ്രസിപ്പിറ്റേറ്റ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്നതിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ പ്ലാസ്മയിലെ ഫൈബ്രിനോജനെ ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ ഇടയിലുള്ളൊരു എന്താ പറയാ ഘടകമാണ് കേട്ടോ ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത്.
ആ ഒരു ഫാക്ടർ ആണ് ആര് ഉത്പാദിപ്പിക്കുന്നത്? പ്ലാസ്മയ്ക്കകത്തുള്ള ആ ഒരു ഫാക്ടർ ആണ്, ആ ഒരു ഘടകമാണ് ഫൈബ്രിനോജൻ ഉത്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഉത്പാദിപ്പിക്കുന്ന ഫൈബ്രിനോജനാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു ആൽബുമിൻ ആയിക്കോട്ടെ, പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ടുള്ള ആൽബുമിൻ, ഗ്ലോബുലിൻ, പിന്നെ ഫൈബ്രിനോജൻ, ഇതിനെ നമ്മൾ ബ്ലഡ് ബാങ്കിനകത്ത് സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് സൂക്ഷിക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇന്ന് നമ്മളിത് പഠിക്കാൻ പോകുന്നത് എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. ബുക്ക് ഉള്ളവരെ ആരെങ്കിലും ഒരു പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പൊ ഓക്കെ, 29 ആണ് കേട്ടോ. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. What is meant by blood transfusion? Why are blood banks important? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണ്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലെ. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പഠിച്ച കാര്യമാണ് അല്ലെ. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എത്രത്തോളം പ്രാധാന്യമുണ്ട് ബ്ലഡ് ബാങ്ക്സ് എന്ന കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു പോയിന്റും പഠിക്കണില്ല കേട്ടോ. നമ്മൾ ഇത്രയും പഠിച്ചില്ലേ, കുറെ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വേറെ അഡീഷണൽ പോയിന്റ്സുകളൊന്നും അതിനകത്ത് പറയുന്നില്ല. ഈ 2 പാരഗ്രാഫിലും പറയുന്നത് നമ്മൾ ഇത്രയും വരെ പഠിച്ച കാര്യങ്ങളെ അവര് തന്നെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു വെച്ചേക്കാണ്. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകാം കേട്ടോ. Typically, blood transfusion is the process in which the blood components are transferred from one person into the bloodstream of another person. That means recipient. Underline ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് കമ്പോണൻസ് ഫ്രം എന്താണ് one person to another person എന്ന് പറഞ്ഞാൽ ഡോണർ ടു റെസിപ്പിയന്റ് അല്ലെ. ഒരു ദാതാവിൽ നിന്ന് ബ്ലഡ് മറ്റൊരു സ്വീകർത്താവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കൂ, ഇറ്റ് കംസ് ഇൻ ടു ആക്ട്സ് എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ഫോർ ദ റെസിപ്പിയന്റ് when there is a large loss of blood cells through bleeding or depression of the bone marrow. അപ്പോ ഈ ഒരു ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് അല്ലെ. കാര്യം എന്താണ്, പല ആളുകൾക്കും ഇപ്പൊ വളരെ എന്താ പറയാ, എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ വളരെ ഒരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ബ്ലഡ് ലോസ് ആവാനുള്ള സാഹചര്യമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ബ്ലീഡിങ്ങിലൂടെ ഭയങ്കര സിവിയർ ആയിട്ട് ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടാകുന്ന രോഗികൾക്ക് അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് ചെയ്യുന്ന ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് ഇതെന്ന് പറയുന്നത് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ശരിക്കും അത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, രക്തദാനം എന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യം, മഹാദാനം എന്നാണ് പറയാൻ, അത്രയും നോബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതെ 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 കേട്ടോ. ബോൺ മാരോ എന്താണ് പറയുന്നത്, ബ്ലീഡിങ് ഓർ ഡിപ്രഷൻ ഓഫ് ദ ബോൺ മാരോ കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ ബോൺ മാരോ എന്താണ്, അസ്ഥിമജ്ജയാണ് കേട്ടോ. ഈ അസ്ഥിമജ്ജയ്ക്കുള്ളിൽ നിന്നാണ് ബ്ലഡ് സെല്ലുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ RBC, WBC, പ്ലേറ്റ്ലെറ്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ, ബ്ലഡിന്റെ കമ്പോണന്റ് ബ്ലഡ്. അതിലെ ബ്ലഡ് സെല്ലുകൾ എല്ലാം തന്നെ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ അസ്ഥിമജ്ജയിൽ നിന്നാണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബോൺ മാരോയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബോൺ മാരോ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്, കാരണം ബ്ലഡ് സെൽസുകളെല്ലാം തന്നെ പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞു പോകും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ജീവൻ തന്നെ വളരെയധികം അപകടത്തിലാവും. ഇത്തരത്തിൽ അസ്ഥിമജ്ജയ്ക്ക് എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടാവും, എന്തെങ്കിലും ഡാമേജ് വരാം, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിലൂടെ, ഇപ്പൊ ചിലപ്പോൾ ആക്സിഡന്റ് മൂലമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സർജറി മൂലം അങ്ങനെയൊക്കെ വരാലോ, ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അപ്പൊ ആ അർത്ഥത്തിൽ എന്താണ്, ഇറ്റ് ഈസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ഫോർ ദ റെസിപ്പിയന്റ്. ഓക്കെ ആണല്ലോ. പിന്നെന്താണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർഡ് ആസ് എ നോബിൾ കോസ്. ഒരു മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നോക്കുക കേട്ടോ. ബ്ലഡ് ബാങ്ക് സർവീസസ് act as the universal point as they collect, test and store all types of blood. ശരിക്കും ബ്ലഡ് ബാങ്ക് സേവനങ്ങൾ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ട് അല്ലെ, വളരെ എന്താ പറയാ, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് അതിനെ
കാണുന്നത് അല്ലെ. എന്തുകൊണ്ടാണ്? കാര്യം അത് പല ടൈപ്പ് ബ്ലഡുകൾ അവർ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു വിഭാഗത്തിൽപ്പെടുന്ന മാത്രമല്ല, പല ടൈപ്പ് ഓഫ് ബ്ലഡുകൾ അവർ കളക്ട് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് ആണ് അതിൽ ഹെഡിങ്. വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവർ പറയുന്നത് കേട്ടോ. ബ്ലഡ് ബാങ്ക് സർവീസസ് എന്ന് പറഞ്ഞ എന്താണ്? അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പല ടൈപ്പിലുള്ള ബ്ലഡിനെ അവർ കളക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, they watchfully screen test the blood for any signs of infection. നമ്മൾ കണ്ട കാര്യമാണ് അല്ലെ. ഈ വരുന്ന ബ്ലഡിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് അവരെന്താണ് വളരെ കെയർഫുൾ ആയിട്ട്, വാച്ച്ഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? കെയർഫുൾ ആയിട്ട് അല്ലെ, അതേത് ശ്രദ്ധയോടുകൂടി അതെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെന്താണ്? അതർ ദാൻ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ, they also check the blood type, whether type A, B, AB or O, and whether it's RH negative or RH positive. അപ്പൊ ഇൻഫെക്ഷന്റെ മാത്രം ടെസ്റ്റുകളല്ല അവിടെ ചെയ്യുന്നത് അല്ലെ. ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്നുള്ളത് നോക്കുന്നുണ്ട്. എ ആണോ, ബി ആണോ, എ ബി ഒ ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ RH പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. RH ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, RH ഇല്ലാന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവും ആയിരിക്കും. റീസസ് ഫാക്ടർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങൾ അത് കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് മാത്രം കേട്ടോ. ഇനി എന്താണ്? കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് ഡൺ to find out if a particular unit of blood can be transferred safely into a certain patient. ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ബ്ലഡ് ടൈപ്പ് അതുപോലെ RH ഫാക്ടർ ഉണ്ടോ എന്നുള്ള ചെക്കിങ് നടക്കുന്നുണ്ട്. പിന്നെന്താ നടക്കുന്നത്? കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് അല്ലെ. അനുയോജ്യത പരിശോധനകൾ. നമ്മൾ പറഞ്ഞല്ലോ, എല്ലാവർക്കും എല്ലാ ബ്ലഡും കൊടുക്കാനും എല്ലാവർക്കും എല്ലാ ബ്ലഡും സ്വീകരിക്കാനായിട്ടൊന്നും സാധിക്കില്ല അല്ലെ. അതിന്റെ അനുയോജ്യത ടെസ്റ്റുകളും ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിൽ അതാണ് ബ്ലഡ് ബാങ്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ മനസ്സിൽ എന്തായിരുന്നു? സ്റ്റോർ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു. അത് മാത്രമല്ല അല്ലെ, ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതാണ് ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി പഠിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നോട്ടിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ്, ഓർത്ത് വെക്കാം കേട്ടോ. O നെഗറ്റീവ്, you are the universal donor who can transfer your blood to almost everyone. എന്താണ് പറയുന്നത്? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ്? O നെഗറ്റീവ് ആണ് കേട്ടോ. O ഗ്രൂപ്പ് ആണെന്നുള്ളത് മിക്കവർക്കും അറിയാം കേട്ടോ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന, യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ് ആണെന്ന് മിക്കവർക്കും അറിയാം. O ഗ്രൂപ്പിനടുത്ത് O നെഗറ്റീവ് ആണ് കേട്ടോ. O നെഗറ്റീവ് ആണ്. അത് പഠിച്ചു വെക്കാം കേട്ടോ. കൃത്യമായിട്ട് നിർദ്ദിഷ്ട ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഇസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണ് കേട്ടോ. ഓർത്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പിന്നെ എന്താണ്? കാര്യം എല്ലാവർക്കും ആ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. O നെഗറ്റീവ് ആണ്. പിന്നെ പറയുന്നത് എന്താണ്? ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഇസ് AB പോസിറ്റീവ്, AB പോസിറ്റീവ്, you act as the universal recipient. എന്താണ്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അഥവാ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB പോസിറ്റീവ് ആണ്. AB പോസിറ്റീവ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. അതിന് ഒരുപാട് റീസൺ ഉണ്ട്. O പോസിറ്റീവ് എന്തുകൊണ്ടായില്ല, O നെഗറ്റീവ് എന്തായി, AB പോസിറ്റീവ് ആണല്ലോ എന്ത് നെഗറ്റീവ്, അതിലങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസിലുണ്ട്. അതിലേക്ക് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് മാത്രം. അത് ഇമ്പോർട്ടന്റ് അല്ല, പഠിക്കാനുമില്ല. നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിനെ കുറിച്ച് പറയാം കേട്ടോ. എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ, AB പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് എന്നത് മുൻവർഷ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? However, any mismatch between the blood type can prove fatal. Fatal means എന്താണ്? Causing death. So blood test must be done carefully. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ അനുയോജ്യതയൊക്കെ പരിശോധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും തരത്തില് ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിലൊരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അത് രോഗിയുടെ മരണത്തിന് വരെ കാരണമായേക്കാം. ഫാറ്റൽ എന്നാണ് പറയുന്നത് കേട്ടോ. മരണത്തിന് വരെ കാരണമായേക്കാം. അതായത് മിസ്മാച്ച് ആയിട്ടുള്ള ബ്ലഡുകൾ തമ്മിൽ കലരുമ്പോൾ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ സംഭവം നടക്കുന്നത്. എന്താണെന്ന് പറയേണ്ട, അഗ്ലൂട്ടിനേഷൻ ആണ്.
നടക്കും. അക്രിഡിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും. പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ആവും, ആള് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ? ഇതിൽ പഠിക്കാൻ വേറെ കൂടുതലൊന്നുമില്ല. യൂണിവേഴ്സൽ ഡോണർ എന്താന്ന് പഠിച്ചു വെക്കുക, നെഗറ്റീവ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് AB പോസിറ്റീവ് ആണെന്ന് പഠിച്ചു കേട്ടോ. വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും അതിനകത്ത് പറയുന്നില്ല. പിന്നെ ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്നും നമുക്ക് അറിയാവുന്ന കാര്യം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇതാണ്, when is blood transfusion needed? എപ്പോഴാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? അതൊരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ട്രാൻസ്ഫ്യൂഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ സാഹചര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. നിങ്ങളോട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതില് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. അപ്പൊ നോക്കാം, ഇൻഡിവിജ്വൽസ് മേ റിക്വയർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ വെറൈറ്റി സം ഓഫ് ദം ആർ. കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് കേട്ടോ, ഫസ്റ്റ് പോയിന്റ് ആണ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി അല്ലെ. സാധാരണ ഒരു മേജർ സർജറി അല്ലെങ്കിൽ ഒരു സീരിയസ് ആക്സിഡന്റ് എന്ത് വേണമെങ്കിലും ആവാം അല്ലെ. അപ്പൊ അവിടെ സിവിയർ ആയിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാകുന്ന സാഹചര്യത്തില് അവരുടെ ആ ഒരു ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരും? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. മനസ്സിലായാലും ഇപ്പൊ നമ്മള് വലിയ ഓപ്പറേഷൻ നടത്തുമ്പോൾ തന്നെ മുൻകൂട്ടി തന്നെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നതിനും എന്താ പറയുക, പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു രോഗിക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും അല്ലെ. കാര്യം എന്താണെന്ന് വെച്ചാൽ സർജറി ഒക്കെ നടക്കുമ്പോൾ ഒരുപാട് ബ്ലഡ് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് അവരിലേക്ക് കയറ്റേണ്ടതായിട്ട് വരും. അതുപോലെ ഇപ്പൊ വല്ല മേജർ ആക്സിഡന്റ്സ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് ബ്ലഡ് നഷ്ടപ്പെടും അല്ലെ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് അവരുടെ ലൈഫിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ആവശ്യം, കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് ആണ് എന്ത്? ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. ഇതാണ് ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. അതായത് ദഹനനാളത്തിൽ ഉണ്ടാവുന്ന രക്തസ്രാവം ട്ടോ. ദഹനനാളത്തിൽ ഉണ്ടാവുന്ന രക്തസ്രാവം. അതിന് വേറൊരു പേരും കൂടെ പറയും. എന്താണെന്ന് അറിയാമോ? ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിങ്. അങ്ങനെ പറയും ട്ടോ. ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിങ് എന്നും അത് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ട് പേരും ഓർത്തു വെക്കാം. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് എന്ന് പറയുന്നതും ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് കേട്ടോ. മറ്റൊരു പേരാണെന്ന് മാത്രം. അതായത് ദഹനനാളത്തിൽ ഉണ്ടാവുന്ന രക്തസ്രാവം. ദഹനം, നമ്മുടെ ദഹനം എന്ന് പറഞ്ഞാല് അത് മൗത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മുടെ വയറിലോ ആമാശയത്തിൽ എത്തുമ്പോഴല്ല ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വായിൽ നിന്ന് തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മൗത്ത് മുതൽ അനസ് വരെ, അനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലാശയമാണ് കേട്ടോ. അതുവരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് എന്താണ് അമ്മു ബ്ലഡ് ക്യാൻസറിനെ കുറിച്ച് പറയുന്നത്? അവിടേക്ക് എത്തുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് ആണ്. അപ്പൊ ഈ ദഹനനാളത്തിൽ ഏത് ഭാഗത്ത് വേണം ഉണ്ടാകുന്ന രക്തസ്രാവങ്ങൾ. ഈ രക്തസ്രാവം എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ബ്ലഡ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാവും. ഇതെല്ലാം പറയുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലാണ് കേട്ടോ. ഏറ്റവും സീരിയസ് ആവുന്ന കണ്ടീഷനിലാണ് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ തുടക്കമേ തന്നെ പല രോഗങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിക്കാതെ കുറെ കാലങ്ങളോളം നീണ്ടു നിന്ന് കഴിഞ്ഞാല് ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് ഉണ്ടാക്കി നമ്മുടെ വായിലൂടെ ബ്ലഡ് പോവുക, അതുപോലെ തന്നെ സ്റ്റൂളിലൂടെ മലത്തിലൂടെയൊക്കെ ബ്ലഡ് പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ എത്തുക. അതിങ്ങനെ ഒരുപാട് കാലങ്ങളോളം നീണ്ടു നിന്ന നല്ലൊരു എമൗണ്ട് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതിനെ തുടർന്ന് നമ്മൾ വളരെ അനീമിക് ആവും, വിളർച്ച വരും നമുക്ക്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ മെറ്റാബോളിസും ആകെ അവതാളത്തിലാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നമാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. മനസ്സിലായല്ലോ? ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. ഓക്കെ, തേർഡ് പോയിന്റ് ഇതാണ് ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. ലുക്കീമിയ അല്ലെ, പണ്ടത്തെ സിനിമകളിലൊക്കെ മിക്ക നടിമാരും അതിനകത്ത് ഒരിക്കലൊക്കെ ബ്ലഡ് ക്യാൻസർ ആണ്, മൂക്കിന്ന് ബ്ലഡ് ഒക്കെ വന്നിട്ട് അല്ലെ. എന്താണ് ലുക്കീമിയ എന്ന് പറഞ്ഞാല്? നമ്മുടെ ശരീരത്തില് WBCയുടെ അളവ് അല്ലെ, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അളവ്
ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ നമുക്ക് പനി വന്നു, ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോ നമ്മുടെ WBCയുടെ അളവ് കുറച്ച് കൂടും കേട്ടോ, സാധാരണത്തെക്കാളും കൂടും. അത് സാധാരണ കൂടുതലല്ല ഉദ്ദേശിക്കുന്നത്, ക്രമാതീതമായിട്ട് അങ്ങ് വർദ്ധിക്കും, ഭയങ്കര ഹൈ ലെവലിലേക്ക്, പീക്ക് ലെവലിലേക്ക് എത്തും. ആ ഒരു സാഹചര്യമാണ് നമ്മൾ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള രോഗികളൊന്ന് ആലോചിച്ച് നോക്കിയപ്പോ WBCയുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോ അതിനനുസരിച്ചുള്ള RBCയുടെ അളവ് അവിടെ കുറഞ്ഞു പോവാണ് അല്ലെ, പ്ലേറ്റ്ലെറ്റിന്റെ അളവ് ഒക്കെ കുറഞ്ഞു പോവാണ്. അപ്പൊ RBC കുറയുമ്പോൾ അതിനെ തുടർന്ന് നമുക്ക് വിളർച്ച വരും, പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ അതിനെ തുടർന്ന് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അങ്ങനെ പല പല ഒരു പ്രശ്നത്തെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അത് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. മനസ്സിലായല്ലോ ലുക്കീമിയ എന്താണെന്നുള്ളത്? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, അതായത് വളരെ ആരോഗ്യമുള്ള റെഡ് ബ്ലഡ് സെൽസ് അഥവാ ചുവന്ന രക്താണുക്കളുടെ അഭാവം. അത് നമുക്കറിയാം, RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലെ. ഓക്സിജന്റെ ഈ RBCയുടെ അളവ് കുറഞ്ഞ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ സംവഹനം കുറയും, അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും. അത് മാത്രമല്ല RBCക്ക് അകത്തുള്ളൊരു പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അല്ലെ. ഈ ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ഓക്സിജൻ സംവഹനത്തിലേക്ക് സഹായിക്കുന്നത്. അപ്പൊ RBC കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ സംവഹനം കുറയും, അതുപോലെ തന്നെ ഭയങ്കര അനീമിക് ആവും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. തുടക്കമേ പറഞ്ഞു, സിവിയർ ആവുമ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത്. വളരെ സിവിയർ ആകുമ്പോൾ, ഇപ്പൊ തുടക്കമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മെഡിസിൻ ഒക്കെ എടുത്ത് നമുക്കത് ഓക്കെ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഒരു സിവിയർ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് ആണ് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ്. അതായത് ഇപ്പൊ റേഡിയേഷൻ ചെയ്ത്, ഇപ്പൊ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ റേഡിയേഷൻ തെറാപ്പി. അതുപോലെ തന്നെ കീമോതെറാപ്പി അല്ലെ, കെമിക്കൽ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന കീമോതെറാപ്പി, റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള തെറാപ്പികള്, മറ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്റേണൽ ബ്ലീഡിങ്, ഇന്റേണൽ ബ്രൂയിസിങ്, ചതവ്, മുറിവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ബ്ലഡ് ലോസ് വരും. അപ്പൊ നമുക്ക് ബ്ലഡ് നഷ്ടപ്പെടുമ്പോൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ട് വരും. അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഭയങ്കര ഹൈ എനർജി റേഡിയേഷൻസ് ആണ് ഈ ക്യാൻസർ സെല്ലുകൾ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് കൂടെ കടത്തിവിടുന്നത്. അങ്ങനെ വരുമ്പോ അത് മറ്റു പല ബുദ്ധിമുട്ടുകൾക്ക് വരും. ബോൺ മാരോനൊക്കെ ഭയങ്കര ഡിഫക്റ്റുകളൊക്കെ വരും, ഡാമേജ് ആവാൻ തുടങ്ങും. ഡാമേജ് ആകുമ്പോൾ ബ്ലഡ് സെല്ലിന്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും കേട്ടോ. അടുത്തതാണ് ലിവർ പ്രോബ്ലംസ് കേട്ടോ. ലിവർ കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റിലുള്ള പ്ലാസ്മയുടെ അളവൊക്കെ ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും കേട്ടോ. പിന്നെ വരുന്നത് ബ്ലഡ് ഡിസോർഡേഴ്സ്. പലതരത്തിലുള്ള ബ്ലഡ് ഡിസോർഡറുകൾ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു. അനീമിയ ഒരു ബ്ലഡ് ഡിസോർഡർ ആണ്, ലുക്കീമിയ ഒരു ബ്ലഡ് ഡിസോർഡർ ആണ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹീമോഫീലിയ, രക്തം കട്ട പിടിക്കാത്തൊരവസ്ഥയിലാണ് നമ്മള് ഹീമോഫീലിയ എന്നൊക്കെ പറയുന്നത്. രാജകീയ രോഗം എന്നൊക്കെയാണ് പറയുക. പണ്ട് വലിയ റോയൽ ഫാമിലിയിലൊക്കെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് കേട്ടോ ഹീമോഫീലിയ എന്നൊക്കെ പറയുന്നത്. ബ്ലഡ് കട്ട പിടിക്കാത്തൊരവസ്ഥയാണ് കേട്ടോ. അതുപോലെ തന്നെ മെലനോമ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. മെലനോമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ തന്നെയാണ് കേട്ടോ. മെലനോമ ലിംഫോമയാണ് കേട്ടോ. ലിംഫോമ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ തന്നെയാണ്. അത് ലിംഫാറ്റിക് സിസ്റ്റത്തിനെ കേട്ടോ, നമ്മുടെ ലിംഫാറ്റിക് വ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അതൊക്കെ ഈ പറഞ്ഞതെല്ലാം തന്നെ പല രീതിയിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സുകളാണ് കേട്ടോ. അതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ ലുക്കീമിയ എന്ന് പറഞ്ഞ വേറൊന്നുമല്ല, ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. ബ്ലഡ് ക്യാൻസർ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബ്ലഡില് WBC വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേത രക്താണുക്കളുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാല് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഇൻഫെക്ഷൻ ഒക്കെ വരില്ല. നമുക്ക് ഇൻഫെക്ഷൻ വരുമ്പോ ബ്ലഡ് പരിശോധിക്കുമ്പോൾ WBCയുടെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ അത് കണ്ട് പേടിക്കേണ്ടാണ്. അങ്ങനെയുള്ള ഒരു കൂടുതലല്ല, ക്രമാതീതമായിട്ട് കൂടുക, ഭയങ്കരമായ രീതിയിലൊക്കെ കൂടി വരുന്ന അവസ്ഥയാണ് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് ഈ സാഹചര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്?
to substitute for the lost blood after a serious surgery, digestive tract bleeding, leukemia, lack of healthy red blood cells, radiation therapy, chemotherapy, and other cancer treatments, liver problems, and blood disorders. Clear ആയോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? ഡൗട്ട്സ് എന്തെങ്കിലും? ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് ക്ലാസ് ശ്രദ്ധിക്കണില്ലേ നിങ്ങള്? ഇങ്ങനെ നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡും പോയിന്റ്സ് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, എത്രയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യണേ. കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബോധമാണ്. അപ്പൊ ദയവേത് ക്ലാസ് ശ്രദ്ധിക്കാം കേട്ടോ. നിങ്ങൾ അത് മനസ്സിലാക്കണം, ഇതിനോട് സഹകരിക്കണം. ഞങ്ങൾക്കും നല്ല എഫർട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ട് ശരിക്കും ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞത് എക്സ്ട്രാ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ വീണ്ടും ഇത് തന്നെ പറയുന്നത് നമ്മുടെ പോർഷൻസ് നമുക്ക് മുന്നോട്ട് പോവില്ല കേട്ടോ. അതായത് ഇതൊരു മനസ്സിലാക്കുക. അങ്ങനെ മിസ്സായത് റെക്കോർഡ് ക്ലാസ്സിലാണ്. ഞാൻ അതേ സജസ്റ്റ് ചെയ്തു കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഒരു ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതായിരുന്നു. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ദഹനനാളത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ്, സാധാരണ നമ്മൾ സീരിയസ് ആയിട്ടുള്ള സർജറി കഴിയുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. കാരണം സർജറിയും ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്ന ഒരുപാട് ബ്ലഡ് നമ്മുടെ ശരീരത്തിന് ലോസ് ആവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ്. ഞാൻ എന്താണ് തഫിന ചെലവ് തന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം. എന്താണ് ബർത്ത്ഡേ ആണ് അതൊക്കെ പറഞ്ഞു, ചെലവൊക്കെ തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചല്ലേ? ഓക്കെ, ഞാൻ തഫിനയുടെ ചെലവ് പ്രതീക്ഷിച്ചിരുന്നു പോയി. ഓക്കെ, അപ്പൊ നോക്കട്ടോ. ഞാൻ പ്രതീക്ഷിച്ചു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് എന്തെങ്കിലും, ഗിഫ്റ്റ് അല്ല കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ, കടന്നു കളഞ്ഞല്ലേ? ഓക്കെ തഫിന, ശരി, 60 വരുന്ന തരാണ്. ഓക്കെ ശരി, അവ നോക്കട്ടോ. അടുത്തത് ഇതാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഒരു ബ്ലഡ് ബാങ്ക് മാനേജ് നമുക്ക് 2 റെസ്പോൺസിബിലിറ്റിയും കൂടെ പഠിച്ചാൽ മതി. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുക. നോക്കാം, ഓരോ പോയിന്റ് നമുക്ക് നോക്കാം. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്? നമ്മൾ ICU പഠിച്ചപ്പോ ഇതുപോലെ ഇന്റൻസിവിസ്റ്റിന്റെ ഉത്തരവാദിത്തം പഠിച്ചു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം പഠിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? പിന്നതുപോലെ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് ദ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ഇവിടെ വായിക്കാം കേട്ടോ. എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. അതായത് ഒരു മുഴുവൻ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് അല്ലെ, അതിന് ഏറ്റവും മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി, ഹെഡ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, അതിന് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി താഴെ പറയുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. He or she is at the helm of the daily operations at the blood bank, checking expenses, conducting inspections, and working with the hand party. അല്ല കേട്ടോ, അതൊന്ന് വിട്ട തേർഡ് പാർട്ടി കേട്ടോ. ഹാൻഡ് എന്നല്ല, തേർഡ് എന്നാണ് കേട്ടോ. THIRD, തേർഡ് പാർട്ടി സർവീസസ്. അങ്ങനെ ഒന്നും മാറ്റി എഴുതുക കേട്ടോ. ഇതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ എന്നിട്ട് വായിക്കാം. He or she is at the helm of the daily operations at the blood bank, checking expenses, conducting inspections, and working with the hand party അല്ലാട്ടോ, തേർഡ് പാർട്ടി സർവീസസ്. അങ്ങനെയാക്കാം. എന്താണ് പറയുന്നത്? He or she അല്ലെ, ബ്ലഡ് ബാങ്ക് മാനേജർ. ഇറ്റ് മേ ബി he or she അല്ലെ, അവനോ അവളോ ആര് വേണമെങ്കിലും അല്ലെ, ആരായാലും ശരി. ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്ന ആ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ എന്താണ് മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ്. ഹെൽം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽം എന്ന് പറഞ്ഞാൽ എന്താ? വീടിന്റെ അകത്ത് ചുക്കാൻ പിടിക്കാന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന വ്യക്തി ആരാണ്?
ബ്ലഡ് ബാങ്ക് മാനേജർ ആണെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ചെക്കിംഗ് എക്സ്പെൻസസ് അല്ലെ, അവിടുത്തെ ചെലവുകൾ അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് അല്ലെ, പരിശോധനകൾ അല്ലെ, ചില പരിശോധനകൾ അവർ നടത്തുന്നുണ്ട്. പരിശോധന ഇൻ ദ സെൻസ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ കമ്പോണന്റിനും ഷോർട്ടേജ് എന്തെങ്കിലും വരുന്നുണ്ടോ, എന്തെല്ലാം കമ്പോണൻസിന് ആവശ്യമായിട്ടുണ്ട്, ഏതൊക്കെ അളവിലുണ്ട് എന്നൊക്കെ അവർ കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തണം, പരിശോധന നടത്തണം. അതുപോലെ തന്നെ എന്താണ്? വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. തേർഡ് പാർട്ടി സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ക്ലബുകൾ ഉണ്ടായിരിക്കും, ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അവരെയൊക്കെയാണ് നമ്മൾ തേർഡ് പാർട്ടി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. നമ്മൾ തുടക്കമേ പറഞ്ഞു അല്ലെ, ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഇങ്ങനെയുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, മറ്റുള്ള ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലബുകള്, മറ്റു ഓർഗനൈസേഷനായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കണം. അവരായിട്ട് ഒരു വർക്ക് ചെയ്യേണ്ടത്, അവരുമായിട്ട് ഒരു ഒത്തൊരുമിച്ച് പോകേണ്ടത്, അതിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ബ്ലഡ് ബാങ്ക് മാനേജർക്കാണ് ഉള്ളത്. കാരണം എന്താണ്? ഹീസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ബ്ലഡ് ബാങ്ക്. അദ്ദേഹമാണ് ബ്ലഡ് ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ്. മനസ്സിലായല്ലോ? ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്നു. അവിടെയുള്ള ചെലവുകൾ അല്ലെ, എക്സ്പെൻസസ് ചെക്ക് ചെയ്യുന്നു, പരിശോധനകൾ നടത്തുന്നു. മറ്റ് തേർഡ് പാർട്ടി സർവീസസ്, ദാറ്റ് മീൻസ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാനൊക്കെ ഉള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ബ്ലഡ് ബാങ്ക് മാനേജർക്കുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, അക്കൗണ്ടബിൾ. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? റെസ്പോൺസിബിൾ എന്നാണ് കേട്ടോ, ഉത്തരവാദിത്തപ്പെട്ടത് എന്നുള്ള അർത്ഥമാണ്. അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിംഗ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനക്കാരാണ് കേട്ടോ, സ്റ്റാഫുകളെയാണ് നമ്മൾ പേഴ്സണൽസ് എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന ജീവനക്കാരെ തെരഞ്ഞെടുക്കുക അല്ലെ. ഈ ബ്ലഡ് ബാങ്കിനകത്ത് ഏതെങ്കിലും സ്റ്റാഫുകളുടെ ഷോർട്ടേജ് വന്നാൽ യോഗ്യരായിട്ടുള്ള ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കണം അല്ലെ. ആളുകളെ തെരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക അല്ലെ, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക. പിന്നെ ഗൈഡിംഗ് ടാസ്കിൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ട വ്യക്തി ആരാണ്? ഈ പറയുന്ന ബ്ലഡ് ബാങ്ക് മാനേജർ. ഓക്കെ. ഹി ഓർ ഷീ സൂപ്പർവൈസസ് ആൻഡ് ലീഡ്സ് ന്യൂലി ഹയർഡ് സ്റ്റാഫ് ഓൺ ദ വർക്ക് ദേ ഡു and implement different rules and regulations of the company. എന്താണ് പറയുന്നത്? ഈ പറയുന്ന വ്യക്തി പുതിയതായിട്ടൊക്കെ എടുത്തിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവര് ചെയ്യുന്ന വർക്കുകളിൽ, അവര് ചെയ്യുന്ന ജോലിയിൽ അവരെന്ത് ചെയ്യുക? സൂപ്പർവൈസ് ചെയ്യുക അല്ലെ, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. അതുപോലെ ആ ഒരു കമ്പനി മീൻസ് അവിടെ ബ്ലഡ് ബാങ്കിന് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കുക അല്ലെ. നയങ്ങളും മറ്റു നടപടികളും ചില പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ചുകൊണ്ട് വേണം അല്ലെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളതൊക്കെ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ എന്താണ്? ട്രെയിനിങ് ഈസ് ഗിവൺ. അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കണം അല്ലെ. പുതിയ ആൾക്കാരെ എടുത്താൽ മാത്രം പോരാ, അവർക്കൊരു പ്രൊബേഷണറി പീരീഡ് പോലെയാണ് അല്ലെ. അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അവരെ സൂപ്പർവൈസ് ചെയ്യുക. അവരുടെ ജോലികളിലൊക്കെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ അവര് സൂപ്പർവൈസ് ചെയ്ത് കൊണ്ടുപോകുക കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത പോയിന്റ് ഇതാണ്, ഹി ആൾസോ ഓവർസീസ് ആൻഡ് assess the gross performance of the staff and ensures that files and records are updated and properly stored. എന്താണ് പറയുന്നത്? ഈ പറയുന്ന വ്യക്തി കൃത്യമായിട്ട് സ്റ്റാഫുകള് വർക്കിന് മേൽനോട്ടം വഹിച്ചാൽ മാത്രം പോരാ, അവരുടെ ഓവറോൾ പെർഫോമൻസ് അല്ലെ, അവർ ഏത് രീതിയിലാണ് ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്, അവരുടെ പ്രകടനം എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണ്, അത് കൃത്യമായിട്ട് വിലയിരുത്തണം അല്ലെ, വിലയിരുത്തണം. അതുപോലെ തന്നെ അതിന് എന്താ പറയാ, മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം. പിന്നെ എന്താണ്? എൻഷുവേഴ്സ് ദ ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. അതായത് ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ, റെക്കോർഡുകൾ. ഇപ്പൊ ബ്ലഡ് ബാങ്കിനകത്ത് പല റെക്കോർഡ്സുകൾ സൂക്ഷിക്കും. ഡോണർ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളുടെ റെക്കോർഡ്സുകൾ അവിടെ കീപ്പ് ചെയ്യും. ബ്ലഡ് സ്വീകരിക്കുന്ന ആളുകളുടെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇഷ്യൂവിംഗ് രജിസ്റ്റർ, ആർക്കൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അവരുടെ പേര് വിവരങ്ങൾ, അവരുടെ അഡ്രസ്സ്, ഏത് സാഹചര്യത്തിലാണ് അവർ ബ്ലഡ് സ്വീകരിക്കുന്നത്, ആരൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങനെ ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല പല റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. മാസ്റ്റർ റെക്കോർഡ്സുകളൊക്കെ ഉണ്ടായിരിക്കും. ഈ ബ്ലഡും ബ്ലഡ് കമ്പോണൻസ് ഒക്കെ എത്രയുണ്ട്, ഏതളവിലുണ്ട് എന്നൊക്കെയുള്ള മാസ്റ്റർ റെക്കോർഡ്സ് എന്ന് പല ടൈപ്പ് ഉണ്ടായിരിക്കും. അത്തരം റെക്കോർഡ്സുകൾ, ഫയലുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അല്ലെ, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നവീകരിച്ച് പ്രോപ്പർലി നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെയാണ് പറഞ്ഞത്.
ശരി. അടുത്തത്, അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, the blood bank manager is also responsible for developing central programs such as blood donation month. എന്താണ് പറയുന്നത്? ഇതൊക്കെ ഇത്രയും നമ്മൾ പറഞ്ഞ 3 പോയിന്റുകളെല്ലാം സ്റ്റാഫും അല്ലെ അവിടുത്തെ ജീവനക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇവിടെ പറയുന്ന അടുത്ത പോയിന്റ്, 5ാമത്തെ പോയിന്റ് ഇതാണ്. അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, the blood bank manager responsible for developing central programs. സെൻട്രൽ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഈ ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പൊ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്, സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ഏതാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് അറിയാമോ? ബ്ലഡ് ഡൊണേഷൻ മാസം ഏതാണെന്ന് അറിയാമോ? ജനുവരി ആണ് കേട്ടോ. ജനുവരി മാസമാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ജനുവരി മാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ബ്ലഡിന്റെ ആ ഒരു എന്താ പറയുക ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാം അല്ലെ. അതായത് ഇപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ ചിലപ്പോൾ ആശങ്കകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചിലപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അവരെയൊക്കെ വിളിച്ച് എന്തെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക, അവരെ ആദരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുകളിലേക്ക് കൂടുതൽ ഈ ബ്ലഡ് ബാങ്കിനെ കുറിച്ചും അവിടുത്തെ സേവനങ്ങളെ കുറിച്ചും കുറെ കൂടെ അവയർനെസ് ആളുകളിലേക്ക് കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. സുഖം, ജനുവരി മാസമാണ് കേട്ടോ. ഇവര് പറഞ്ഞു ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ മന്ത് ജനുവരി മാസം ആവുമ്പോൾ ബ്ലഡ് ഡൊണേഷൻ മന്താണ്. അപ്പൊ ആ ഒരു മാസത്തിന് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല പ്രോഗ്രാമുകൾ അല്ലെ ബ്ലഡ് ബാങ്കുമായിട്ട് കേന്ദ്രീകരിച്ച് പല പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യും. അതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തം. മനസ്സിലായോ പറഞ്ഞത്? സിമ്പിൾ കാര്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെ പോയിന്റ് നമ്മൾ പഠിച്ചത്? ബ്ലഡ് ബാങ്കിന്റെ ഇന്ത്യൻ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആണ് ആര്? ബ്ലഡ് ബാങ്ക് മാനേജർ. പിന്നെ അത് മാത്രമല്ല അദ്ദേഹം വന്നിട്ട് ഒരു ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ഡെയിലി ദൈനംദിനം നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം വഹിക്കുന്നു. അവിടെ എന്താ പറയുക ചെലവുകൾ പരിശോധിക്കുന്നു, പരിശോധനകൾ നടത്തുന്നു, മറ്റ് തേർഡ് പാർട്ടി സേവനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ പുതിയ പുതിയ ആളുകളെ അല്ലെ പേഴ്സണൽ സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുക, അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക അല്ലെ, പരിശീലനം കൊടുക്കുക, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ കമ്പനിക്ക് അതായത് ബ്ലഡ് ബാങ്കിന് ആവശ്യമായിട്ടുള്ള നയങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുക. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ജീവനക്കാരുടെ ഓവറോൾ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ വിലയിരുത്തുക. ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ റെക്കോർഡ്സുകളും ഫയലുകളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ ബ്ലഡ് ഡൊണേഷൻ മന്ത് അല്ലെ ജനുവരി പോലെയുള്ള മാസങ്ങളിൽ ഈ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം ബ്ലഡ് ബാങ്കുമായിട്ട് ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സെൻട്രൽ പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യാം. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയറായോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് കേട്ടോ. അടുത്തതാണ് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ കേട്ടോ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ബ്ലഡ് ബാങ്ക് മാനേജറുടെ കാര്യമില്ലേ പറഞ്ഞു. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഉത്തരവാദിത്തങ്ങൾ ആരുടെയാണെന്നുള്ളത് മാറിപ്പോകരുത്. ഇതിന്റെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതായത് ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളെ ശരിയായിട്ട് നിലനിർത്തുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. എന്ന് പറഞ്ഞാല് നമ്മള് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മൾ തുടക്കം പറഞ്ഞില്ലേ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ടെസ്റ്റുകൾ നടത്തണം അല്ലെ. അതുപോലെ തന്നെ കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ നടത്തണം. പിന്നെ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുകളുടെ വെയിറ്റ്, ശരീരഭാരം, അവരുടെ വയസ്സ്, അതുപോലെ കുറെ കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ ആ പ്രോട്ടോകോളാണ്. ആ ഒരു പ്രോട്ടോകോൾ പ്രകാരം മാത്രമേ നമ്മൾ ബ്ലഡ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. കാര്യം അതിലെന്തെങ്കിലും പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ പലവിധ കോംപ്ലിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ വരും. ആ പ്രോബ്ലംസ് പിന്നീട് ആ ഒരു ബ്ലഡ് ബാങ്കിനെ ബാധിക്കും, മൊത്തത്തിൽ ആ ഹോസ്പിറ്റലിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് കൃത്യമായ ആ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങള്, ശരിയായ സംവിധാനങ്ങളൊക്കെ നിലനിർത്തേണ്ടത്, ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, വെരിഫൈ ദ ഇൻസിഡൻസ് ഫോംസ് റിലേറ്റഡ് ടു ദ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്.
ഓക്കെ, എന്താണ് ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ. നമ്മൾ പറഞ്ഞല്ലോ, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെറിയ പ്രതിപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ വല്ല പനി വരെ, ടെമ്പറേച്ചർ കൂടെ, തലവേദന വരിക, അങ്ങനെ ഷിവറിങ്ങോ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് റിയാക്ഷൻസുകളൊക്കെ സംഭവിക്കാം, സാധ്യതയുണ്ട്. അതൊക്കെയാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രതിപ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള വല്ല ഇൻസിഡൻസ്, അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, അത് വെരിഫൈ ചെയ്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്നാലാണ് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് പിന്നീട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അത്തരം പ്രതികൂല പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് അത് വെരിഫൈ ചെയ്യാം. പിന്നെ എന്താണ്, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ റെക്കോർഡുകളെല്ലാം തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ ബ്ലഡ് ബാങ്ക് മാനേജറിൽ റെക്കോർഡിന്റെ കേസ് പറഞ്ഞു. അതെന്തായിരുന്നു? റെക്കോർഡുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അത് ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ആ രീതിയിൽ റെക്കോർഡുകളെല്ലാം കൃത്യമായിട്ട് നിലനിർത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. തേർഡ് പോയിന്റ് ഇതാണ്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റും. ബ്ലഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേറൊന്നുമല്ല, ബ്ലഡ് കമ്പോണൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവയെല്ലാം തന്നെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, ആവശ്യാനുസരണം ആ ഒരു ബ്ലഡ് ബാങ്കിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. നാലാമത്തെ പോയിന്റ് ഇതാണ്, ഡിപ്പാർട്ട്മെന്റ് ഇസ് കൺട്രോൾഡ് ബൈ ദ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതായത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് അത് കൺട്രോൾ ചെയ്യേണ്ടത് എന്താണ്? വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, അല്ലെ, വളരെ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദഗ്ധരായിരിക്കണം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യേണ്ടത്? നിയന്ത്രിക്കേണ്ടത്. മനസ്സിലായി? യോഗ്യരായിട്ടുള്ള ആളുകൾ വേണം അവിടെ കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അത് ആരും ഉറപ്പാക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കണം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? മേക്ക് അറേഞ്ച്മെന്റ്സ് for meetings to identify and settle departmental issues, also to revise existing policies. എന്താണ് പറയുന്നത്? Make arrangements for meetings to identify and settle departmental issues. അതായത് ഇപ്പൊ വകുപ്പ് തല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വകുപ്പ് തലം ഇവിടുത്തെ വകുപ്പ് ഏതാണ്? ബ്ലഡ് ബാങ്ക് ആണ്, അല്ലെ? അപ്പൊ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെ, പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് അത് പരിഹരിക്കുന്നതിനുള്ള മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യും. മീറ്റിങ്ങുകളൊക്കെ അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യും. അത് ഏത് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് മാത്രമല്ല, അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ എപ്പോഴും ഉണ്ടാവാം. അപ്പൊ ഇവിടെ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പല പ്രശ്നങ്ങളോ പരാതികളോ ഒക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ പരിഹാരം കാണുന്നതിനുള്ള മീറ്റിങ്ങുകൾ, അല്ലെ, അതൊക്കെ അറേഞ്ച് ചെയ്യുക, ക്രമീകരിക്കുക, അതൊക്കെ ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അത് മാത്രമല്ല, ആൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. നിലവിലുള്ള ചില നയങ്ങൾ പരിഷ്കരിക്കുകയും വേണം. ഇപ്പൊ ചില പ്രോബ്ലംസ്, ഇപ്പൊ ഓൾറെഡി ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിട്ടായിരിക്കും ആ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ, പരാതികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില നയങ്ങൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. എന്ന് പൊളിച്ചെഴുതേണ്ടി വരും എന്ന് പറഞ്ഞാൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില പരിഷ്കരിക്കേണ്ടി വരും, ചില നയങ്ങൾ എടുത്തു മാറ്റേണ്ടതായിട്ട് വരും. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത്തരത്തിൽ എന്താണ്? ആൾസോ ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസീസ്. കേട്ടോ, നിലവിലുള്ള നയങ്ങളൊക്കെ പരിഷ്കരിക്കാം. അതിപ്പോ നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ചില നയങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ചില നയങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും നമ്മള് പരിഷ്കരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം. അത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്തൊക്കെ പോയിന്റുകളാണ് നമ്മളിവിടെ പഠിച്ചത്? അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. അതുപോലെ ഈ പറയുന്ന ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുക. റെക്കോർഡ്സുകളെല്ലാം തന്നെ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും മറ്റുള്ള ബ്ലഡ് കമ്പോണൻസുകളും കൃത്യമായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, അല്ലെ, ആവശ്യാനുസരണം ഉണ്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർ സ്റ്റോറേജ് ഉറപ്പാക്കണം. പിന്നെ എപ്പോഴും ഒരു ബ്ലഡ് ബാങ്ക് കൺട്രോൾ ചെയ്യേണ്ടത് ഏറ്റവും വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഫാക്കൽറ്റി ആയിരിക്കണം. അതുകൊണ്ട് അതിന് യോഗ്യരായിട്ടുള്ള ആളുകളായിരിക്കണം എന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്.
അതുപോലെ തന്നെ വകുപ്പ് തല പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യുക, നിലവിലുള്ള നയങ്ങളെ പരിഷ്കരിക്കുക. ഇതൊക്കെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിലെ? അപ്പോ മനസ്സിലായില്ലേ? അപ്പൊ ബ്ലഡ് ബാങ്കിന്റെ ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്നും ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസും നമുക്ക് മനസ്സിലായി. അതുപോലെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്, ഒരു ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, സമയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് പറയാം കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അത് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ, കേട്ടിരുന്നാൽ മാത്രം മതി. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് ഓ നെഗറ്റീവ് ആണ്. അതിന് വേറൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു അതെന്താ ഓ നെഗറ്റീവ് ആയി, എന്താ ഓ പോസിറ്റീവ് ആവാതിരുന്നത് എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുള്ള കാര്യമൊന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെ പരിഹാരം എഴുതി വെച്ചാൽ മതി. ഞാനൊന്ന് അറിഞ്ഞിരുന്നു കേട്ടോ. അതായത് അത് കുറെ കൂടെ കോംപ്ലിക്കേഷൻ ആണ്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാക്കിയെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും വരാം. അപ്പൊ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ പറയാണ്ടിരുന്നത്. എന്തായാലും ടൈം ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് ജസ്റ്റ് കേൾക്കാം കേട്ടോ. നമ്മുടെ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് ഓ നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് AB പോസിറ്റീവ് ആണ്. അത് രണ്ടും പഠിച്ചു തന്നെ വയ്ക്കുക കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്തുകൊണ്ടാണ് O ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ ആയിട്ട്, അതുപോലെ AB ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് ഒരു യൂണിവേഴ്സൽ ആക്സെപ്റ്റർ ആയിട്ട് മാറിയത്, മറ്റുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന് ആന്റിജൻസും ആന്റിബോഡിയും എന്താണെന്ന് നമുക്ക് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ആന്റിജൻസ് എന്ന് പറയുന്നത് ആന്റിജൻ ആന്റിബോഡി വെച്ചിട്ടാണ് അത് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്തെന്ന് പറയുന്നത് O ഗ്രൂപ്പ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് യൂണിവേഴ്സൽ ഡോണർ ആയത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ആന്റിജൻ? ആന്റിജൻ എന്ന് പറഞ്ഞാല് വേറൊന്നുമില്ല, അതായത് നമ്മളുടെ എന്താ പറയാ മനുഷ്യന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, ആ പ്രതിരോധ പ്രവർത്തനങ്ങളെ എന്താ പറയാ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള രാസവസ്തുക്കളെയാണ് നമ്മൾ ആന്റിജൻസ് എന്ന് പറഞ്ഞത്. അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതായത് അതിപ്പോ ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ വൈറസ് ആവാം, ഫംഗസ് ആവാം, അങ്ങനെ എന്ത് ഫോറിൻ ബോഡീസിനെ നമുക്ക് എന്തെന്ന് പറയാം, ആന്റിജൻസ് എന്ന് പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ പൊതുവെ ആന്റിജൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ എന്താണ് ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചില രാസവസ്തുക്കളെയാണ് നമ്മൾ ആന്റിജൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ നമുക്ക് പനി വരാന്ന് പറയാം. പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, രോഗാവസ്ഥയാണെന്നാണ് നമ്മൾ പൊതുവെ പറയാം അല്ലെ. പനി ഒരു രോഗമല്ല, രോഗാവസ്ഥയാണെന്നാണ് പറയാം. ഈ പനി വരുമ്പോൾ നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് നല്ല ടെമ്പറേച്ചർ ആയിരിക്കും അല്ലെ, നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഈ ചൂടാവുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ആണ് നമ്മുടെ ശരീരത്തിന്റെ. നമ്മുടെ ശരീരം എന്താണ്, ഏതോ ഒരു ഫോറിൻ സംഭവം നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചിട്ടുണ്ട് അല്ലെ. അതൊരു പക്ഷെ ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ വൈറസ് ആവാം, ഫംഗസോ എന്ത് വേണമെങ്കിലും ആവാം അല്ലെ. അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ആ ഒരു ടെമ്പറേച്ചർ ഉയർത്താന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചർ ഉയരുന്ന അവസ്ഥയാണ് പനി എന്ന് പറയുന്നത്. അപ്പൊ പനി എന്ന് പറയുന്ന ഒരു രോഗമല്ല. പനി വരുന്നുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, സിംറ്റം ആണ് കേട്ടോ. പനി വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്, നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു വൈറസോ ബാക്ടീരിയ എന്തോ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്ന പരിപാടിയാണ് ഈ ടെമ്പറേച്ചർ കയറ്റുക എന്നുള്ളത്, ഫീവർ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രതിരോധ പ്രവർത്തനത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രാസവസ്തുക്കൾ. ഇപ്പോ ആ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിന്റെ സാന്നിധ്യം ആണല്ലോ നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് കാരണമായത്. ആ ഒരു പ്രതിരോധ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്തത് ആ ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യമാണ്, ആ വൈറസിന്റെ സാന്നിധ്യമാണ്. അങ്ങനെയുള്ള ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ ആന്റിജൻസ് എന്ന് പറയുന്നത് കേട്ടോ. ആന്റിജൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇത് ആന്റിബോഡി. അതായത് ഈ ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഉത്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് നമ്മൾ ആന്റിബോഡീസ് എന്ന് പറയുന്നത് കേട്ടോ. രാസവസ്തുക്കളല്ല കേട്ടോ, പ്രോട്ടീൻസ് ആണ് കേട്ടോ. സോറി, രാസവസ്തുക്കളല്ല. ആന്റിബോഡി എന്ന് പറഞ്ഞാൽ രാസവസ്തുക്കളല്ല, പ്രോട്ടീൻസ് ആണ്. ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളെയാണ് ആന്റിബോഡി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത്തരത്തില് ആന്റിജൻസുകൾ ഒന്നുമില്ലാത്ത ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് O ഗ്രൂപ്പ് കേട്ടോ. ആ ഒരു കാരണം കൊണ്ടാണ് അതൊരു യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് മാറിയത്. അതുപോലെ
ആന്റിബോഡീസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് AB എന്ന് പറയുന്നത്. അപ്പൊ അതായത് അതിനെന്താണ് പ്രതിരോധിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പൊ ആരിൽ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ബ്ലഡ് നമുക്ക് സ്വീകരിക്കാം. ഓക്കെ, ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ബ്ലഡ് സ്വീകരിക്കാം. അതുകൊണ്ടാണ് AB പോസിറ്റീവ് എന്ന് പറയുന്നത് എന്തായി മാറിയത്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ട് മാറിയത്, ആ AB ഗ്രൂപ്പ്. പിന്നെ നിങ്ങൾക്ക് സംശയം എന്തുകൊണ്ട് O നെഗറ്റീവ് ആയി, പോസിറ്റീവ് അല്ല. അപ്പൊ അത് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മുൻ വർഷത്തില്. അപ്പൊ അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ പറയുന്നത് O ഗ്രൂപ്പ് ആണെന്ന് പറയണം. അതുപോലെ നിങ്ങളോട് ചോദിച്ച ഒരു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ആന്റിബോഡീസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് AB ഗ്രൂപ്പ് ആണെന്ന് പറയണം കേട്ടോ. ആന്റിബോഡീസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് AB ഗ്രൂപ്പ് ആണ്. അതുപോലെ അതിന് വന്ന് ചോദ്യമാണ് യൂണിവേഴ്സൽ ഡോണർ ഏതാണ്, O നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണ്, AB പോസിറ്റീവ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അതിന് മുൻ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ കേട്ടോ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? അപ്പൊ ഇനിയിപ്പോ നമുക്കിനി പുതിയൊരു ചാപ്റ്റർ ആണ് ഇനി നമുക്ക് തുടങ്ങാം. ഇത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡയാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഡയാലിസിസ് സർവീസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഏതാണ് സുഹൈന ലാസ്റ്റ് പോയിന്റ് അല്ലെ? ഏതാണ് ലാസ്റ്റ് പോയിന്റ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ കേട്ടോ. 10 മിനിറ്റ് സമയമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചോദിച്ചോ കേട്ടോ. ഓക്കെ, അപ്പൊ ആരാണ് സുഹൈന പറഞ്ഞ ലാസ്റ്റ് പോയിന്റ്? ഏത് പോയിന്റ് ആണ് ഉദ്ദേശിച്ചത്? അഡ്മിനിസ്ട്രേഷന്റെ ലാസ്റ്റ് പോയിന്റ് ആണോ പറയുന്നത്? ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ആണോ? അതെ അതെ, O നെഗറ്റീവ് ആളിന് O നെഗറ്റീവ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, O നെഗറ്റീവ് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിന്റെ കാരണമുണ്ട്, പക്ഷെ ആ കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ആവും കേട്ടോ. ആന്റിബോഡീസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് AB കേട്ടോ, AB ഗ്രൂപ്പ് ആണ് കേട്ടോ. AB ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ലാസ്റ്റത്തെ പോയിന്റ് അല്ലെ? ലാസ്റ്റത്തെ പോയിന്റ് ഇതായിരുന്നു, മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ ദ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. അതായത് വകുപ്പ് തല പ്രശ്നം. വകുപ്പ് തലം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാങ്ക് ആണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ വരികയെന്ന് വിചാരിക്കും. ആ പരാതികൾ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ പബ്ലിക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പൊ അവിടുത്തെ മെഡിക്കൽ ആളുകൾ അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ സാന്നിധ്യത്തിൽ വേണം അതിനൊരു പരിഹാരം കാണാനായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ആൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ് കേട്ടോ. എന്താണ്, നിലവിലുള്ള ചില നയങ്ങളെ പരിഷ്കരിക്കാം കേട്ടോ. പരിഷ്കരിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ബ്ലഡ് ബാങ്ക് മാനേജർക്കുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ O നെഗറ്റീവിന്റെ കാര്യം അത് പറഞ്ഞല്ലോ. അത് 6 ഫാക്ടർ വെച്ചിട്ട് വേണം പറയുന്നത്. അത് പറഞ്ഞാലേ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അത് പറഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലാവോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് പറയണ്ട, അത് പറഞ്ഞ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. പിന്നെ അത് പഠിക്കാനും ഇല്ല നമുക്ക്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. O നെഗറ്റീവും AB പോസിറ്റീവ്. എന്നിട്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ക്ലാസ്സിന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. മിസ്, O നെഗറ്റീവും O പോസിറ്റീവും ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് തന്നെയല്ലേ O ഗ്രൂപ്പ് എന്ന് പറയുന്നത്? അതോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആന്റിജൻസ് ഒന്നും ഇല്ലാത്ത ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പോസിറ്റീവും നെഗറ്റീവും അതിൽ ഉൾപ്പെടും. ആ പിന്നെ O ഗ്രൂപ്പ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് ക്ലാസ് വൈകിട്ട് ചെയ്യാം. ആതിര മിസ്സിന്റെ ക്ലാസ് ആണ് അടുത്തത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡയാലിസിസ് സർവീസ് നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ തുടങ്ങുന്നില്ല. AHF എന്ന് പറയുന്ന ആ പോയിന്റ് ഒന്ന് പറഞ്ഞു തരുമോ? ആന്റി ഹീമോഫിലിക് ഫാക്ടർ അല്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡിന്റെ നമ്മുടെ പ്ലാസ്മ ഉണ്ടല്ലോ, പ്ലാസ്മയ്ക്കകത്തുള്ള ഒരു എന്താ പറയാ ഭാഗമാണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത് AHF. ഈ പറയുന്ന ആന്റി ഹീമോഫിലിക് ഫാക്ടർ ആണ് ഫൈബ്രിനോജനെ ഉത്പാദിപ്പിക്കുന്നത് കേട്ടോ. ഫൈബ്രിനോജൻ എന്തിനാ സഹായിക്കുന്നത്? ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ്. ഓക്കെ, ആ പ്രോട്ടീൻ ഉത്പാദിപ്പിക്കുന്ന പ്ലാസ്മയിലെ തന്നെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ക്രയോപ്രസിപിറ്റേറ്റ് AHF. AHF ന്റെ ഫുൾ ഫോം ആണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ഓക്കെ,
മിസ് ഒരു സംശയം. ആ. ആന്റിബോഡീസ് ഇല്ലാത്തത് AB പോസിറ്റീവ് AB നെഗറ്റീവ് വരുമോ? AB ഗ്രൂപ്പ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരും. മനസ്സിലായോ? ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ആന്റിബോഡീസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പ്. ഓക്കെ, AB പോസിറ്റീവും അതിന്റെ പേരും AB നെഗറ്റീവ് അതിനകത്ത് പെടും. രണ്ടും പെടും അല്ലേ? പിന്നെ നേരത്തെ ചോദിച്ച പോലെ തന്നെ അത് O നെഗറ്റീവും O പോസിറ്റീവും പെടില്ല എന്ന് വെച്ചില്ലേ? ഓക്കെ, താങ്ക് യു. ശരി, അപ്പൊ വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ക്ലാസ് വൈകിട്ട് കേട്ടെന്നാ. ഓക്കെ, ശരി. പറഞ്ഞോ. O നെഗറ്റീവ് ഇപ്പോ യൂണിവേഴ്സൽ ഡോണറാന്ന് പറയുന്ന ആ ബ്ലഡ് ഗ്രൂപ്പ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നോണ്ടല്ലേ? അതുകൊണ്ടാണ്. അതില്ലേ അന്നപ്പോ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത് O നെഗറ്റീവ് മാത്രല്ലേ പറ്റുക? സ്വീകരിക്കാൻ O നെഗറ്റീവ് മാത്രല്ലേ പറ്റൂ? O നെഗറ്റീവ് ആർക്ക് O നെഗറ്റീവ് മാത്രമല്ലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ചോദിക്കുന്നത്? അതെ, അങ്ങനെയാണോ ചോദിച്ചത്? സ്വീകരിക്കാൻ പറ്റും. അപ്പോ എ ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് O നെഗറ്റീവ് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റൂലേ? ഇല്ല മോളെ, അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. എല്ലാവരുടെയും നമുക്ക് സ്വീകരിക്കാം. അതേ സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്ന് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. അപ്പൊ എനിക്ക് എ ഗ്രൂപ്പ് ആണ്. അപ്പൊ എനിക്ക് എന്റെ ആന്റിജൻ ഉള്ള എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്റെ ആന്റിജൻ A ആണ്. ഓക്കെ, അപ്പൊ അതേ സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്ന് മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എയിൽ നിന്ന് സ്വീകരിക്കാം, ഓയിൽ നിന്ന് സ്വീകരിക്കാം. ആന്റിജൻസ് ഒന്നും ഇല്ലാത്തവരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും. സ്വീകരിക്കാൻ പറ്റും. മനസ്സിലായി? സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും ആന്റിജൻ ഒന്നും ഇല്ലാത്തവരിൽ നിന്നും നമുക്ക് ബ്ലഡ് സ്വീകരിക്കാം. സ്വീകരിക്കുന്ന കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശരി, അന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ചിലപ്പോൾ വ്യാഴാഴ്ചത്തെ ക്ലാസ് ഞാൻ ഉണ്ടാവില്ല കേട്ടോ. ഷെറീന മിസ് ആയിരിക്കും വ്യാഴാഴ്ചത്തെ ക്ലാസ് ഉണ്ടാവാം. കാരണം മിസ്സിന്റെ കഴിഞ്ഞ 2 ക്ലാസ് ഞാനാണ് കോമ്പൻസേറ്റ് ചെയ്തത്. അപ്പൊ ചിലപ്പോൾ മിസ് ആ ക്ലാസ് എടുക്കുള്ളൂ. അപ്പൊ ചിലപ്പോൾ അടുത്ത വീക്കിലെ നമ്മൾ കാണുള്ളൂ കേട്ടോ. അപ്പൊ ശരി എന്നാ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം.